നമ്മുടെ വണ്ടിക്ക് പല രീതിയിൽ നമുക്ക് ഫൈൻ കിട്ടും അല്ലേ? നമ്മൾ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫൈൻ കിട്ടും. നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. അതേപോലെ നമ്മൾ ഓവർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. AI ക്യാമറ ഫൈനൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ കിട്ടുന്ന ഫൈനാണെങ്കിലും അതെങ്ങനെയാണ് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് അടയ്ക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് പരിവാഹൻ ചലാൻ എന്ന് ടൈപ്പ് ചെയ്യുക. പരിവാഹൻ ഇ ചലാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. വെബ്സൈറ്റിൻ്റെ പേര് ഇതാണ്, echalan.parivahan.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വലതുവശത്തിന് മുകളിൽ നിങ്ങൾ പേ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനാണ് കാണിക്കുക. ചലാൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെഹിക്കിൾ നമ്പർ കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കാം. അപ്പോൾ ചലാൻ നമ്പർ അറിയുന്നവർക്ക് ചലാൻ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആണെങ്കിൽ അത് കൊടുക്കാം. നമുക്കിവിടെ എളുപ്പം നമ്മുടെ വണ്ടിയുടെ നമ്പർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വെഹിക്കിൾ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. ഈ വെഹിക്കിൾ നമ്പർ സെലക്ട് ചെയ്തിട്ട് വെഹിക്കിൾ നമ്പർ കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതും കൂടെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ താഴെയായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്ക് ഫൈൻ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, പേര്, എത്ര രൂപയാണ് ഫൈന്. ഇപ്പോൾ 250 രൂപയാണ് നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിൻ്റെ ഫൈനാണത്. ആ തൊട്ട് താഴെ ചലാൻ പ്രിൻ്റ് എന്ന് കാണാം, കണ്ടില്ലേ? ഒരു പ്രിൻ്ററിൻ്റെ ചിഹ്നമായിട്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ അടക്കം നമുക്ക് എന്തിനാണ് ചലാൻ കിട്ടിയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, ടൈം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ എടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്കിത് മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കാം, പ്രിൻ്റ് എടുക്കാം. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, ഞാൻ പറഞ്ഞൊന്ന് മാത്രം. നമുക്കിത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ വലതുവശത്ത് പേ നൗ എന്നൊരു ടാബ് കണ്ടില്ലേ നിങ്ങൾ? ഈ പേ നൗ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. നമ്മുടെ RC ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP നമ്പർ കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ട്രഷറിയാണ്. നമ്മൾ ട്രഷറി സെലക്ട് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൂടെ കൊടുത്ത് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3-4 ഓപ്ഷൻസ് വരുന്നുണ്ട്, ബാങ്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. എളുപ്പത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു GRN നമ്പർ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ GRN നമ്പർ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടുന്നതിന് ഈ ഒരു GRN നമ്പർ വേണ്ടി വരും. ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, നെറ്റ് ബാങ്കിങ് ഉള്ള ആളുകളാണെങ്കിൽ നെറ്റ് ബാങ്കിങ്, നമുക്ക് എളുപ്പത്തിൽ UPI ഉണ്ട്. നമ്മുടെ ഗൂഗിൾ പേ ഉള്ള ആളുകൾക്ക് ഗൂഗിൾ പേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ UPI ID നമ്പർ ഒന്ന് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് @SBI SBI എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണോ കാണിക്കുന്നത് അത് അതേപോലെ കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് നമുക്കവിടെ വരണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. അതിനുശേഷം നമുക്ക് പേ നൗ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെൻറ്റ് അവിടെ അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് അടച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചലാൻ നമ്മൾ സക്സസ്ഫുള്ളി ആയിട്ട് അടച്ചു എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ PDF ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ വരും. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫൈനുകൾ നമ്മൾ സ്വന്തമായിട്ട് അടയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.